ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെയാണ്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. രാവിലെ നമ്മൾ ഡോറ് തുറന്നിറങ്ങി വന്നപ്പോഴേ കണ്ടൊരു കാഴ്ച ഇതാണ്. വയൽ നിറച്ച് മഞ്ഞ്. വയൽ മാത്രമല്ല, ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചതിന് എന്തെങ്കിലും കത്തിച്ച് അങ്ങനെ പുകയൊക്കെ വന്ന് വയലിൽ നിറഞ്ഞായിരിക്കും. അതെ, ഇങ്ങോട്ട് ഇവിടെ എല്ലാം ഉണ്ട്, ഇതെല്ലാം ഉണ്ട് മഞ്ഞ്. നമ്മുടെ ചെമ്പരത്തിപ്പൂവൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളു. ഈ ഒരു മഞ്ഞിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതുവരെ നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. എന്താ പ്രശ്നം? രാവിലെ ഒന്നും കഴിക്കാൻ കിട്ടിയില്ലയോ? എന്തോ കാര്യം എന്തുവാ? കുറെ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുവാണല്ലോ. കിടക്കുവാന്നോ? വെയിൽവെള്ളം വന്നിരിക്കുവാണോ? കിടക്കുവാന്നോ അവിടെ? കേസ് ഇത് കണ്ടോ? നമ്മുടെ തൊട്ടപ്പുറത്ത് നിന്ന് ഒരു വാഴ കൊലച്ചതാണേ. വാഴയുടെ കുടവാകാനുള്ള ഒരെല്ലാം മുകളിൽ വന്ന് അതെ അവിടെ വരെ പോകാനൊന്നും വയ്യ. ഞാൻ പകുതിക്ക് വെച്ചങ്ങ് ഇറങ്ങിക്കോളാന്നുള്ള രീതിയിൽ വാഴക്കൊലയും താവന്ന് നിൽക്കുന്നു. ഇത് കൊള്ളാം. നമ്മുടെ കിളിസാറന്മാരെല്ലാം കുളിക്കാൻ വന്നിട്ടുണ്ടേ. ഇത് തൊപ്പിക്കിളിയായി വന്നിരിക്കുന്നത്. ഈ അണ്ണാനെ കണ്ടോ? എപ്പോഴും ഇവിടെ വന്ന ആൾ ചക്ക നോക്കും. ഇന്നലെ അമ്മ ഒരു ചക്ക അടത്തിയായിരുന്നു. എപ്പോഴും വന്ന് അവിടെ വരെ വരും. എന്നിട്ട് ഇപ്പോഴും വന്ന് ആ ചക്കയിലൊന്ന് നോക്കിയിട്ടാണ് പോയത്. ആളുടെ സ്വന്തമാണെന്ന് തോന്നുന്നു പ്ലാവും ചക്കയൊക്കെ. അല്ലെങ്കിൽ ഈ കിളികൾ കുളിക്കാൻ വരുമ്പോൾ ഈ അണ്ണാൻ വന്ന് ഈ പ്ലാവയിലിരിക്കുന്ന ഒരു ഇതുണ്ട്. കിളികളുടെ കൂടെ അയാൾ നടക്കുന്നത് കണ്ടോ? തൊപ്പിക്കിളി ഇരുന്ന് കുളിക്കുക. നമ്മുടെ തെറ്റിയെ നിൽക്കുന്ന തെറ്റിക്ക കണ്ടോ? തെറ്റിപ്പഴം കണ്ടോ? ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂത്തിട്ടുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ ഈ തെറ്റിയുടെ പൂവ് നമ്മൾ പറിച്ചില്ല. അപ്പം അതങ്ങനെ നിന്ന് തെറ്റിക്കായതാ. ഇത് ഇഷ്ടം പോലെ പഴുത്തിരിക്കുന്നു. തെറ്റിക്കായ ഇവിടെ മാത്രമല്ല കേട്ടോ. എന്തുകൊണ്ട് അവിടെയും തെറ്റി നിൽപ്പുണ്ട്, അതിലും കായുണ്ട്, പഴുത്ത് നിൽപ്പുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു കായൊക്കെ നമുക്ക് തിന്നുന്നതിനൊരു അറിയാൻ പറ്റത്തില്ലല്ലോ, അത് നമ്മളുടെ ബോഡിയിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് ഞാനിത് കഴിക്കുന്നില്ല. അങ്ങനെ നിൽക്കട്ടെ, കിളികളൊക്കെ വേണമെന്ന് തിന്നോട്ടെ. അതിനകത്തൊക്കെ കൊത്തിപ്പറിച്ചൊക്കെ നിർത്തിയിരിക്കുക കുറേയൊക്കെ. ഗൈസ്, എനിക്കിന്ന് കുറച്ച് സീനിയ ചെടി കിട്ടി കേട്ടോ. ഇത് ഞാൻ ക്ലാസ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ് സൈഡിൽ കിടന്നതാണ്. അത് വീട്ടുമുറ്റത്ത് നിന്നെയൊന്നുമല്ല, അല്ലാതെ റോഡ് സൈഡിൽ കിടന്നതാണ്. അപ്പം ഞാൻ അതെടുത്ത് കൊണ്ടുവന്ന് നടാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അത് കാരണം ഇത് ചെറുതായിട്ടൊരു വാട്ടലുണ്ട്. നമുക്കിതൊന്ന് നട്ടു വെക്കാം. ഞാൻ കുറേ നാളായിട്ട് ഇതിൻ്റെ അരിയൊക്കെ കൊണ്ടുവന്നിടുന്നുണ്ടെങ്കിലും കിളിച്ച് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുല്ലക്കമ്പ് നടാമെന്ന് വിചാരിച്ച്. നമുക്ക് പണ്ട് ഇവിടെ മുല്ല ഉണ്ടായിരുന്നു, ഇപ്പം മുല്ല ഇല്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് മുല്ലക്കമ്പൊക്കെ കൊണ്ട് നടാമെന്ന് വിചാരിച്ച്. പിന്നെ അതിൻ്റെ കൂടെ കോവലുണ്ട്. ഇത് നമുക്കിവിടെ കുറച്ചപ്പുറത്തുള്ള ഒരു വീട്ടിൽ അമ്മ തന്നതാ. ഇവിടെ നമ്മുടെ വീട്ടിൽ ഓൾറെഡി കോവലുണ്ട്, പക്ഷേ ഇതേതോ വെറൈറ്റി ഇനവാ നട്ട് നോക്കാൻ പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് നടാം. അങ്ങനെ നമ്മൾ മുല്ലക്കമ്പ് നടാൻ പോകും കേട്ടോ. ഈ ഭാഗത്ത് മുല്ലക്കമ്പ് നടാമെന്നാണ് വിചാരിക്കുന്നത്. കോവൽ കുറച്ചപ്പുറത്തോട്ട് അങ്ങനെ മാറ്റി നടാം, അത് പടർന്നൊക്കെ കയറുന്നതല്ലേ. അതുകൊണ്ട് അങ്ങനെ അമ്മ ഐശ്വര്യമായിട്ട് നമ്മളുടെ മുല്ലക്കമ്പ് നടുക. ദൈവമേ, അടുത്ത വർഷം തന്നെ ഇതങ്ങ് നിറയെ പൂക്കണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ഇത് കിളിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. കോവൽ നമ്മൾ ഇവിടെ ഇങ്ങനെ നടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാകുമ്പോൾ ഒരു ഒഴിഞ്ഞ ഭാഗമാണ്, ഇങ്ങോട്ടങ്ങ് നമ്മൾ അധികം വരുന്നില്ല. അതിന് മുന്നേ ഇവിടെ അങ്ങ് നിൽക്കട്ടെ എന്ന് വിചാരിച്ച്.
നമുക്ക് കോവൽ പല രീതിയിൽ നടാം. നമുക്കിങ്ങനെ കുത്തി നിർത്തി അങ്ങനെ നടാൻ പറ്റും. ഇതിപ്പോൾ താഴെ കിടന്നത് വേരായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ പാടയെ ഇട്ട് കിളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇട്ടാലും കോവൽ നന്നായിട്ട് കിളിച്ച് കയറി വരും. അല്ല നമ്മൾ റോസാക്കമ്പൊക്കെ നടുന്ന പോലെ കുത്തി നിർത്തി നട്ടാലും കോവൽ കിളിക്കുമല്ലോ. ഇവിടെ ഇങ്ങനെ വേരൊക്കെ ആയതുകൊണ്ട് പല മുട്ടിലായിട്ട് വേര് വന്നതുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങ് നടാമെന്ന് വിചാരിച്ച്. നമ്മൾ സീനിയ ചെടി നടാൻ പോവുകയാണേ. അതിനകത്തൊരു പുഴുവാശാൻ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ഞാൻ ചെടി നടാനെടുത്ത കുഴിക്കകത്ത് തന്നെ നിനക്ക് ചാടണോ? മാറടേ, പോയി രക്ഷപ്പെട്. നമുക്കിതങ്ങ് നട്ട് വെക്കാവേ. ഇത് ഇച്ചിരി വെട്ടവും വെളിച്ചമൊക്കെ കൂടുതലുള്ളിടത്തല്ലേ സീനിയ ചെടി നന്നായിട്ട് പൂക്കത്തുള്ളൂ. അപ്പോൾ അത് ഇവിടെ തന്നെ നിൽക്കട്ടെ. അടുത്തത് ഉണ്ട്, അത് നമ്മളവിടെ നട്ട്. അടുത്തത് നമ്മളിത് ഇവിടെ ഇങ്ങനെ നടാമെന്ന് ഉദ്ദേശിച്ച് നിൽക്കവിടെ. നമ്മളിനി പ്രത്യേകിച്ച് വളമൊന്നും ഇവിടെ ഇടുന്നില്ല. കാരണം നമ്മുടെ ഈ മഞ്ഞൾ നട്ടപ്പോൾ ഇവിടെ ഓൾറെഡി വളം ഇട്ടിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു കിളിച്ച് കയറി വരട്ടെ. രണ്ടുപേരെയും രണ്ടിടത്തായിട്ട് നട്ടിട്ടുണ്ട്. ഒന്നിച്ചിരി ഡാർക്ക് കളറും ഒന്ന് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡുമാണ്. അപ്പോൾ കിളിച്ച് വരട്ടെ. ഈ നമ്മുടെ ഇവിടെ ഇങ്ങനെ കുറേ നാളായിട്ടൊരു ഓർക്കിഡിൻ്റെ തൈ ഇരിപ്പുണ്ടായിരുന്നേ. വെറുതെ ഒരു ചട്ടിക്കകത്ത് വെച്ചിരുന്നതാണ്. പക്ഷേ അതുകൊണ്ട് അതിന് നല്ല രീതിയിൽ വളർച്ചയൊന്നുമില്ല. അതുകൊണ്ട് നമ്മളൊരു താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെ നടത്താമെന്ന് വിചാരിച്ച് തൊണ്ട് വെച്ച്. പക്ഷേ നേരത്തെ ഇവിടെ ഓർക്കിഡ് ഉണ്ടായിരുന്നു ഈ സെയിം ടൈപ്പ്. ഇങ്ങനെ വെച്ച് കിട്ടിയത് കിളിച്ച് പൂത്തിട്ടൊക്കെ ഉണ്ട്. കിളിക്കോ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ചട്ടിയോ എന്തെങ്കിലും വാങ്ങിച്ച് നടാൻ നോക്കാം. നമ്മുടെ ചെമ്പരത്തി ഇങ്ങനെ നിറച്ച് പൂത്ത് നിൽക്കുവാണേ. നമ്മുടെ കുരുവിക്ക് നല്ല കോള. പുള്ളിക്കാരി എപ്പോഴും ഇവിടെ ഇങ്ങനെ വരും. പിന്നെ അപ്പുറത്ത് തെറ്റിച്ചെടിയിലും പോയിരുന്ന് തേൻ കുടിക്കുന്നതാണ്. നമ്മൾ ചെടിയൊക്കെ നട്ടിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ മഴയൊക്കെ പെയ്ത്. ഇനിയിപ്പോൾ നമ്മൾ ചെടിക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും കോരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ടാറ്റാ.